ട്രാൻസ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം ഈ സർജറി കോഴ്സിനെ കുറിച്ച് എല്ലാവരും വെറീഡാണ്. അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ലക്ഷങ്ങളാണ് കോസ്റ്റ് വരുന്നത്. ഇപ്പം കേരളത്തിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലൊന്നും തന്നെ ഈ സംവിധാനമില്ല. ശരിക്കും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണ്. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നമുക്കറിയാമല്ലോ, ഭീമമായ തുകയായിരിക്കും. നമ്മുടെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ സർക്കാർ സംവിധാനത്തിൽ ഫണ്ട് കൊടുക്കുന്നുണ്ട്. ട്രാൻസ് വുമണിന് 2.5 ലക്ഷം രൂപയും ട്രാൻസ്മാന് 5 ലക്ഷം രൂപയും അങ്ങനെ കോസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ കോസ്റ്റ് നമ്മൾ സർജറി ചെയ്യുന്നതിന് വേണ്ടി കണ്ടെത്തിയതിന് ശേഷം റീഫണ്ടാണ് ചെയ്യുന്നത്. അപ്പം 2.5 ലക്ഷം 2.5 ലക്ഷത്തേക്കാൾ കൂടുതലാവുമെങ്കിൽ കൂടി ഇപ്പം നമ്മുടെ വജനോപ്ലാസ്റ്റിയും ബ്രസ്റ്റ് ഇംപ്ലാന്റ്മെൻറ്റ് സർജറിയാണ് ചെയ്യേണ്ടത് ട്രാൻസ് വുമനിന്. അപ്പോൾ അതിനുവേണ്ടി നല്ല കോസ്റ്റ് ഒരു 3 to 4 lakhs എങ്കിലും ആകും എന്നുള്ളതാണ്. ഇപ്പം കേരളത്തിലെ ബേസ് വെച്ചാൽ അത്രയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി അതിനേക്കാൾ 5ഉം 10ഉം ഒക്കെ ആവുന്ന ഇതൊക്കെയുണ്ട്. അങ്ങനെയാണ് ആ കോസ്റ്റ് പോകുന്നത്. ട്രാൻസ് വുമണിനും ട്രാൻസ്മാൻ്റെ കൂടുതൽ ആകുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സർജറികൾ കൂടുതലുണ്ട്. അപ്പോൾ അതിൻ്റെ കോസ്റ്റും കൂടുതലുണ്ട് എന്നുള്ളതാണ് വ്യത്യാസം. ശരിക്കും പെയിൻഫുൾ ആണോ സർജറി? തീർച്ചയായും നമ്മളൊരു ഗർഭം ധരിക്കുക അതിനേക്കാൾ വലിയ പെയിൻഫുള്ളാണെന്ന്, ഏറ്റവും വലുത് ഗർഭം ധരിക്കുന്ന പെയിനാണെന്ന് പറയാറുണ്ടല്ലോ. അതിനേക്കാളൊക്കെ ഇതൊരു ശാരീരിക ഘടനയെ തന്നെ മാറ്റുകയല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ലൈംഗിക അവയവത്തെയല്ലേ മാറ്റുക. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. റിക്കവറായി വരുന്നിടം വരെ ഒരു 1-2 മാസത്തോളം തന്നെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ അൾട്ടിമേറ്റ് എയിം? ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഒരു സമൂഹത്തിൻ്റെ ഭാഗമാക്കി, നമ്മളുടെ എഫേർട്ട് കൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ മാറ്റി സമര പോരാട്ടങ്ങളിലൂടെ മാറ്റിക്കഴിഞ്ഞു. ഇനിയും നമ്മൾക്ക് നേടാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ബേസിക്കായിട്ടുള്ള നമ്മുടെ ഷെൽട്ടർ, സ്വന്തമായിട്ട് കയറി കിടക്കാനുള്ള ഇടം, ഒരു തൊഴിൽ, പാർപ്പിട സംവിധാനം, ഇതൊക്കെ തന്നെ ഇനിയും വരേണ്ടതുണ്ട്. ഇപ്പം സർക്കാർ സംവിധാനങ്ങളിൽ ഞാൻ സ്റ്റേറ്റ് ബോർഡ് മെമ്പർ എന്ന നിലയിൽ പറയുകയാണ്, സർക്കാർ സംവിധാനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഇനിയും മുന്നോട്ട് വെക്കേണ്ട ആശയം ഈ പറഞ്ഞ തൊഴിൽ പ്രധാനമാണ്. ഇപ്പം അറിയാമല്ലോ, സെക്സ് വർക്ക്, ഭൂരിഭാഗം മനുഷ്യരും സെക്സ് വർക്ക് ചെയ്ത് അവരുടെ മുന്നോട്ട് ജീവിതമാർഗം മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ്, വളരെ പരിതാപകരമായിട്ട് അവസ്ഥയാണുള്ളത്. അപ്പം അതിനെയൊക്കെ റിക്കവർ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ PSC എക്സാം എഴുതുന്നത് പോലെ അങ്ങനെ ഒരു റിസർവേഷൻ കൊണ്ടുവന്നാൽ തന്നെ അത് വലിയ മുന്നേറ്റമായിരിക്കും. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡിപ്പാർട്ട്മെൻറ്റ്സും ഉണ്ട് നമുക്ക്. അപ്പോൾ അതിലേക്ക് വളരെ എഡ്യൂക്കേഷൻ്റെ ബേസ് നോക്കിയാലും വളരെ കുറവാണ് നമ്മുടെ കമ്മ്യൂണിറ്റി. ഇപ്പോഴാണ് ഒരുപാട് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് +2 ലെവല്, ഡിഗ്രി ലെവല്, PG ലെവല്, മറ്റ് തലങ്ങളിലേക്കൊക്കെ തന്നെ ആളുകൾ എത്തുന്നത്. അപ്പം ഓൾറെഡി കമ്മ്യൂണിറ്റികളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ ഒരു ശതമാനം റിസർവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്വീപ്പർ പോസ്റ്റ് മുതൽ വലിയ തലങ്ങളിലേക്ക് വരെ എത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്കൊക്കെ തന്നെയാണ് മുന്നോട്ട് നമ്മുടെ ഒരു സ്വപ്നമായിട്ടും നമ്മുടെ എയിമായിട്ടും. ഇനിയും ഈ സർജറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഇനിയും മറ്റ് ഈ പറഞ്ഞ നമ്മുടെ സംവരണങ്ങൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഉണ്ടായിട്ടുണ്ട്. 2% സീറ്റ് റിസർവേഷൻ ഉണ്ട്, സർജറിയുടെ ഫണ്ട് കൊടുക്കുന്നുണ്ട്, സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്, ഹോസ്റ്റൽ സൗകര്യത്തിനുള്ള ഫണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ സംവിധാനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു സംവിധാനം വരണം എന്നുള്ളതാണ്. ബേസിക് ആയിട്ടുള്ള സാധനമാണല്ലോ തൊഴിലും പാർപ്പിടം എന്ന് പറയുന്നത്. അതിലേക്ക് എത്തണം, സർക്കാർ സംവിധാനങ്ങൾ എത്തണം. അതിനുള്ള പോരാട്ടങ്ങളാണ് നമ്മളും തുടരുന്നത്. അതാണ് നമ്മുടെയും ലക്ഷ്യം.